ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോൾവ് ഇറ്റ്. RRB NTPCയുടെ 1000 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ 1, 2, 3 പാർട്ടുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. 300 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത് ഇതുവരെയായിട്ട്. സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ 301 മുതൽ 400 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് 4ാമത്തെ പാർട്ടാണ്. ബാക്കിയുള്ള പാട്ടിൻ്റെ ലിങ്ക് റെയിൽവേയുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. 301ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലാർജസ്റ്റ് സിൽക്ക് പ്രൊഡ്യൂസർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അത് കർണാടകയാണ്. അപ്പോൾ കർണാടകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ ഒന്നുകൂടി ഓർമ്മിക്കേണ്ടത് KGF, അതായത് കോളാർ ഗോൾഡ് ഫീൽഡ് ഒക്കെ വരുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. 302 ഗോച്ചല പാസ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അത് വരുന്നത് സിക്കിമിലാണ്. 2-3 പാസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. പാസുകൾ എല്ലാം നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പാസുകൾ ഒന്ന് നോക്കാം. ഒന്ന് എന്താണ്? ബോംഡില പാസ് അരുണാചൽ പ്രദേശാണ്. ബോംഡില പാസ് അരുണാചൽ പ്രദേശും. പിന്നെ ലിപുലെ പാസ് ഉത്തരാഖണ്ഡാണ്. ലിപുലെ പാസ് ഉത്തരാഖണ്ഡാണ്. പിന്നെ ഉള്ളത് എന്താണ്? ഷിപ്കില വരുന്നത് ഹിമാചൽ പ്രദേശ്. അതുകൂടെ ഓർമ്മിക്കുക. 303 നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ റൈസോബിയാണ്. അത് നിങ്ങൾ അവിടെ ഓർമ്മിക്കുക. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയുടെ ഗണത്തിൽപ്പെട്ട ഒന്ന് റൈസോബിയാണ്. 304 ഒരു കറണ്ട് അഫെയർ ആണ്. അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. 305 ഹു ഹാസ് വൺ ദി സംഗീത കലാനിധി അവാർഡ്? സംഗീത കലാനിധി അവാർഡ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആൾ നമ്മൾ ഓർമ്മിച്ചോണം. കാരണം അത് കറണ്ട് അഫെയറിൽ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. 2018 കിട്ടിയിരിക്കുന്നത് അരുണ സായിറാമിനാണ്. 2019 കൂടുതൽ ഓർമ്മിച്ചേക്കേണ്ടത് സൗമ്യ. 2 പേരും വോക്കലിസ്റ്റാണ്. അതുകൂടി നിങ്ങൾ ഓർമ്മിക്കുക. ഈ സംഗീത കലാനിധി അവാർഡ് കൊടുക്കുന്നത് കർണാട്ടിക് മ്യൂസീഷ്യൻസിനാണ്. കർണാടിക് മ്യൂസീഷ്യൻസിന് മദ്രാസ് മ്യൂസിക് അക്കാദമി കൊടുക്കുന്ന അവാർഡാണ് സംഗീത കലാനിധി. സോ അതിൽ കിട്ടിയിട്ടുള്ള 2019 കിട്ടിയിട്ടുള്ള ആളാണ് സൗമ്യ. 18 കിട്ടിയിട്ടുള്ളത് അരുണ സായിറാം. എന്തായാലും 2 S തുടങ്ങുന്നുള്ള ഓർമ്മിക്കുക. സംഗീത കലാനിധിയും S-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഈ രണ്ട് പേരും വോക്കലിസ്റ്റാണ്. അതുകൂടി ഒന്ന് ഓർമ്മിക്കുക. പിന്നെയുള്ളത് 306ാമത്തെ ക്വസ്റ്റ്യൻ. SPM എന്ന് കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫുൾ ഫോം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. മൈക്രോസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ് എന്നാണ് SPMൻ്റെ ഫുൾ ഫോം. 300 വിച്ച് ഈസ് ദ ഫസ്റ്റ് ഡിജിറ്റൽ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതൊക്കെ ഏതാണ്? കേരളമാണ്. 308 ഹൂ ഇസ് ദ CEO ഓഫ് ഫ്ലിപ്കാർട്ടിൻ്റെ CEO മാറിയിട്ടുണ്ട്. ഇപ്പോഴുള്ള CEO കല്യാൺ കൃഷ്ണമൂർത്തിയാണ് ഇപ്പോഴത്തെ ഫ്ലിപ്കാർട്ടിൻ്റെ CEO. 350 നമ്പർ ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ അഡൾട്ട്. ഒരു അഡൾട്ടിൻ്റെ ശരീരത്തിൽ എത്ര ബോൺസ് ഉണ്ടാവും? 206 ബോൺസാണ് ഉണ്ടാവുക. 310 ഗ്യാസ് ഇൻ വിച്ച് വി ലിവ് ഇൻ ബ്രീത്ത്. അതായത് നമ്മൾ ശ്വസിക്കുന്ന ഗ്യാസ് ഓക്സിജനാണ്. ഉള്ളിലേക്ക് എടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് വിടുന്നത്. അത് 311 ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം ഏതാണ്? നൈട്രസ് ഓക്സൈഡാണ് ലാഫിംഗ് ഗ്യാസ്. N2 നൈട്രസ് ഓക്സൈഡ് എന്നറിയപ്പെടുന്ന ഗ്യാസാണ് ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്. 312 ഹയസ്റ്റ് ബ്രിഡ്ജ് ഓൺ വിച്ച് റിവർ? ഇപ്പോൾ ഉള്ളത് ഹയസ്റ്റ് ബ്രിഡ്ജ് ഇപ്പോൾ വരുന്നത്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഹയസ്റ്റ് ബ്രിഡ്ജായിട്ട് വരിക ചെനാബ് ബ്രിഡ്ജാണ്. ചെനാബ് നദിക്ക് കുറുകെ ജമ്മു കാശ്മീരിൽ വരുന്ന ഒരു ബ്രിഡ്ജുണ്ട്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽ ബ്രിഡ്ജായിട്ട് മാറുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അത് ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞില്ല. 2021 പൂർത്തിയാകുമെന്നാണ് പറയുന്നത്. ചെനാബ് ബ്രിഡ്ജ് നിങ്ങൾ ഓർമ്മിക്കണം. 313ാമത്തെ ക്വസ്റ്റ്യൻ. മാക്സിമം സിൽക്ക് ഇന്ത്യ പ്രൊഡ്യൂസ്ഡ് ബൈ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഏറ്റവും കൂടുതൽ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? കർണാടകയാണ്. 314 ഫസ്റ്റ് ചോക്ലേറ്റ് മെയ്ഡ് ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചോക്ലേറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്, അതായത് ഉപയോഗത്തിൽ കൊണ്ടുവന്നത് യൂറോപ്യൻ ആരാണെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അയാളുടെ പേര് ഹെർനൻ കോട്ട്സ് എന്നാണ്. ഹെർനൻ കോട്ട്സ് നിങ്ങൾ ഓർമ്മിക്കുക. ചോക്ലേറ്റ് യൂറോപ്പിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചത് ഇയാളെന്നാണ് പറയപ്പെടുന്നത്. 315 കറണ്ട് പ്രസിഡന്റ് ഓഫ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് ചോദിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റും നിർബന്ധമായിട്ട് ഓർമ്മിക്കണം. പ്രസിഡന്റ് ആരിഫ് അൽവിയാണ്. അതേപോലെ പ്രൈം മിനിസ്റ്റർ ഇമ്രാൻ ഖാനാണ് പ്രൈം മിനിസ്റ്റർ. 316 മോസ്റ്റ് പോയിസണസ് ഫിഷ് ഇൻ ദ വേൾഡ്.
ലോകത്തിലെ ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള ഫിഷ് എന്ന് പറയുന്നത് പഫർ ഫിഷാണ്, പഫർ ഫിഷ്. സോ അത് ഓർമ്മിക്കുക, പഫർ ഫിഷ് ഓർമ്മിക്കണം. 317 PM ഹൂ ഹോസ്റ്റഡ് ട്രൈ കളർ മാക്സിമം ടൈംസ്. അതായത് നമ്മുടെ ഫ്ലാഗ് ഏറ്റവും കൂടുതൽ ഉയർത്തിയിട്ടുള്ളത് ഏത് പ്രൈം മിനിസ്റ്റർ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കാലം നമ്മൾ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 318 ക്വസ്റ്റ്യൻ, ടു കിൽ എ മോക്കിംഗ് ബേർഡ് ആണ്. ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്നുള്ള ബുക്ക് ചെയ്തിരിക്കുന്നത് ഹാർപ്പർ ലീ ആണ്, ഹാർപ്പർ ലീ. 319 ഡൽഹി ഈസ് ഓൺലി വുമൺ റൂളർ. അതായത് ഡൽഹി ഭരിച്ചിട്ടുള്ള ഒറ്റ ഒരു വുമൺ റൂളർ മാത്രമേ ഡൽഹി ഭരിച്ചിട്ടുള്ളൂ. ആ വുമൺ റൂളർ എന്ന് പറയുന്നത് ആരാണ്? റസിയ സുൽത്താനാണ്. റസിയ സുൽത്താനയാണ് ഡൽഹി ഭരിച്ചിട്ടുള്ള ഏക വനിത റൂളർ. 320 ഗോൾഡൻ റോക്ക് ടെമ്പിൾ അല്ലെങ്കിൽ കൈക്തിയോ പഗോഡ. ഓക്കെ, അത് ഓർമ്മയാണ്. കൈക്തിയോ പഗോഡ എവിടെയാണ് കാണപ്പെടുന്നതാണ്? ഗോൾഡൻ റോക്ക് ടെമ്പിൾ എന്നറിയപ്പെടുന്നതാണ് അത് മ്യാൻമറിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2016 ഓസ്ട്രേലിയ ഓപ്പണൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാത്രം നോക്കിയാൽ മതി. 322 വേൾഡ് ഹെറിറ്റേജ് ഡേ. വേൾഡ് ഹെറിറ്റേജ് ഡേ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേ ഫോർ മോണുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ്, അതാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അത് 18 ഏപ്രിലാണ്. ഇൻ്റർനാഷണൽ ഡേ ഫോർ മോണുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഡേ ഏപ്രിൽ 18ആണ്. 323 ദീപ കർമാക്കറാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഏത് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ക്വസ്റ്റ്യൻ. ദീപ കർമാക്കർ ജിംനാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദീപ കർമാക്കർ. 324 ഗ്രേറ്റ് ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ബോളിവുഡ് എന്നറിയപ്പെടുന്ന ആരാണ്? ഗ്രേറ്റ് ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ബോളിവുഡ് അതറിയപ്പെടുന്നത് ജൊഹ്റ സഹ്ഗളാണ്. ജൊഹ്റ സഹ്ഗളാണ് ഗ്രേറ്റ് ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ബോളിവുഡ് എന്ന് അറിയപ്പെടുന്നത്. 325 അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷേർഡ് ബൈ വിച്ച് ഇൻസ്ട്രുമെൻറ്റ്. ഏത് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്നത്? ബാരോമീറ്റർ. 326 വേൾഡ് മോസ്റ്റ് എനർജി എഫിഷ്യൻറ്റ് സിറ്റി. അതൊരു കറണ്ട് അഫെയർ ആണ്. ഐസ്ലാൻഡിലാണ് വരുന്ന സ്ഥലം. ഇപ്പോൾ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ കറണ്ട് അഫെയറിൽ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നോട്ട് ചെയ്താൽ മതി. ഫംഗ്ഷൻ ഓഫ് ദി ഹൈഡ്രോ പവർ പ്ലാന്റ്. ഹൈഡ്രോ പവർ പ്ലാന്റ് ഫംഗ്ഷൻ എന്താ? മെക്കാനിക്കൽ എനർജിനെ അല്ലെങ്കിൽ കൈനറ്റിക് എനർജിനെ എന്താക്കുക? ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ഹൈഡ്രോ പവർ പ്ലാന്റ്. 308 അപ്ഗാർ സ്കോർ ഇസ് എ ടെസ്റ്റ് ടു സമ്മറൈസ്. അതായത് അപ്ഗാർ സ്കോർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് ഈ ശിശുവായിട്ട് ബന്ധപ്പെടുന്നത്. അതായത് ന്യൂസ് ടു സമ്മറൈസ് ഹെൽത്ത് ഓഫ് ന്യൂ ബോൺ ബേബീസ്. പുതിയ ജനിച്ച ഉടനെയുള്ള ബേബീസിൻ്റെ ഹെൽത്ത് സമ്മറിനെ പറയുന്ന ഒരു സ്കോറാണ് അപ്ഗാർ സ്കോർ. 330 ഫേമസ് ടെമ്പിൾ ഓഫ് ബുദ്ധ ഇൻ ഏഷ്യ. അതായത് ബോറോബുദൂർ എന്നുള്ള ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ട്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. അത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. ഈ ഒരു ടെമ്പിളാണ് ഈ കാണുന്നത്. ബുദ്ധൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. അത് ഇന്തോനേഷ്യയിലാണ്. ആ പേര് ഓർമ്മിക്കണമെങ്കിൽ ബോറോബുദൂർ എന്നുള്ള ആ ഒരു പേര് ഓർമ്മിക്കുക. 1987 ഓസ്ട്രേലിയൻ വേൾഡ് കപ്പിലെ ടീം ക്യാപ്റ്റൻ ആലൻ പോട്ടർ. 332 ക്വസ്റ്റ്യൻ, ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത്. ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കോളാണ് ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത്. 333 ബാർക്കിൻ്റെ ഡയറക്ടർ. ബാർക്കിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററാണ് ഈ ബാർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് അജിത് കുമാർ മൊഹന്തിയാണ്. അജിത് കുമാർ മൊഹന്തി. 334 പ്രൈം കണ്ടൻറ്റ് ഓഫ് ഡയമണ്ട്. ഡയമണ്ടിൽ ഏറ്റവും കൂടുതലുള്ള കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ കാർബണാണ്. കാർബണിൻ്റെ അലോട്രോപ്പാണ് ഈ ഡയമണ്ട്. കാർബണിൻ്റെ മറ്റ് അലോട്രോപ്പുകളൊന്ന് ഓർമ്മിച്ചേക്കുക. കാർബണിൻ്റെ മറ്റു അലോട്രോപ്പാണ് ഫുള്ളറീൻ, ഗ്രാഫൈറ്റ്. ഇതൊക്കെ കാർബണിൻ്റെ അലോട്രോപ്പുകളാണ്. പിന്നെ പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ബേസിക് എന്നുള്ളൊരു പ്രോഗ്രാമിംഗ് ആണ്, ലാംഗ്വേജാണ്. അത് ജസ്റ്റ് നോട്ട് ചെയ്യുക. 336 ഹോട്ടസ്റ്റ് പ്ലാനറ്റ്. ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചൂട് കൂടിയ പ്ലാനറ്റ് എന്ന് പറയുന്നത് വീനസ് ആണ്. ഏറ്റവും അടുത്തുള്ളത് മെർക്കുറി ആണെങ്കിലും അതിനല്ല ചൂട് കൂടുതൽ. സൂര്യനായിട്ട് രണ്ടാമത് നിൽക്കുന്ന വീനസിനാണ് ചൂട് കൂടുതൽ. കാരണം അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അംശം എന്താണ്? കൂടുതലാണ്. കാർബൺ ഡൈ ഓക്സൈഡിന് ചൂട് ഇങ്ങനെ ആഗിരണം ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്. 337 CM ഓഫ് അരുണാചൽ പ്രദേശ്. CM ഓഫ് അരുണാചൽ പ്രദേശ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇപ്പോഴുള്ള CM ചീഫ് മിനിസ്റ്റർ പേമ ഖണ്ഡു ആണ് അരുണാചൽ പ്രദേശിൻ്റെ ഇപ്പോഴത്തെ CM. 338 അഭിഷേക് വർമ്മ. അഭിഷേക് വർമ്മ ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അഭിഷേക് വർമ്മ അദ്ദേഹം ആർച്ചറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഭിഷേക് വർമ്മ ആർച്ചറി. 339 ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് പാല ഡൈനാസ്റ്റിയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പാല ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ, സ്ഥാപകൻ എന്ന് പറയുന്നത് ഗോപാലാണ്. ഗോപാൽ. 340 പേസ് മേക്കർ റിലേറ്റഡ് വിച്ച് ഓർഗൻ. ഏത് അവയവത്തെയുമായി ബന്ധപ്പെട്ടതാണ് പേസ് മേക്കർ നമ്മൾ പറയുന്നത്? പേസ് മേക്കർ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹാർട്ടിൻ്റെ വാൽവിന് പകരം ഇതിൻ്റെ ഹാർട്ട് മിടിപ്പൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മളൊരു ഡിവൈസാണ് എന്ത്? ഈ പേസ് മേക്കർ.
341 ഹൗ മെനി കാൻഡിഡേറ്റ്സ് ആർ നോമിനേറ്റ് ബൈ പ്രസിഡന്റ് ഇൻ രാജ്യസഭ. രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് എത്ര കാൻഡിഡേറ്റിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്? പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത് 12 പേരാണ്. 342 ഒസാമ ബിൻ ലാദൻ കിൽഡ് അറ്റ് വിച്ച് പ്ലേസ്. ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടത്? നിങ്ങൾക്കറിയാം പാകിസ്ഥാനിലെ അബട്ടാബാദിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. 343 നാഥുല പാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിക്കിമിലാണ് നാഥുല പാസ്, ഗാംഗ്ടോക്ക്, സിക്കിം. 344 ഗോൽക്കൊണ്ട ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് തെലുങ്കാനയിലാണ്. തെലുങ്കാനയിൽ തന്നെ പ്രോപ്പർ പ്ലേസ് പറയുകയാണെങ്കിൽ ഹൈദരാബാദ് നിങ്ങൾ ഓർമ്മിക്കണം. 345 AAU അല്ലെങ്കിൽ അസൈൻഡ് എമൗണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ക്യോട്ടോ യൂണിറ്റ് അല്ലെങ്കിൽ കാർബൺ ക്രെഡിറ്റ്, ഇതൊക്കെ സെയിം സംഭവം തന്നെയാണ്. നമ്മൾ ഈ കാർബൺ എമിറ്റ് ചെയ്യുന്നത്, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യുന്ന കാർബണിൻ്റെ അലവൻസിനെ പറയുന്നതാണ് ഈ AAU അല്ലെങ്കിൽ ക്യോട്ടോ യൂണിറ്റ്, കാർബൺ ക്രെഡിറ്റ് എന്നൊക്കെ ഉള്ളത്. 346 ലാർജസ്റ്റ് ടൈഗർ റിസർവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ടൈഗർ റിസർവ് നാഗാർജുന സാഗർ ശ്രീശൈലാണ് ഏറ്റവും വലിയ ടൈഗർ റിസർവ്. ഹു വാസ് വൈസ്രോയി വെൻ ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ്. ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്ന ടൈമിലുണ്ടായിരുന്ന വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റനാണ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ടൈമിലാകുന്ന വൈസ്രോയി. അതിനുശേഷം ഇൻഡിപെൻഡൻസിന് ശേഷം ഗവർണർ ജനറൽ ആയിട്ടാണ് പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗവർണർ ജനറൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പറയുന്നതും ആര് തന്നെയാണ്? ഈ ലോർഡ് മൗണ്ട് ബാറ്റൻ തന്നെയാണ്. പക്ഷേ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? രാജഗോപാലാചാര്യാണ് വരുന്നത്. 348 ഇന്ത്യസ് ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് വിത്ത് ഹൈ സ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസ്ട്രിക്റ്റ് വിത്ത് ഏതാണ്? ഹൈ സ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കുള്ള ആദ്യത്തെ ജില്ല ഇടുക്കിയാണ്. 349 ഫാദർ ഓഫ് ഇന്ത്യൻ സർജറിയുടെ ഫാദർ എന്ന് പറയുന്നത് സുശ്രുത. നെയിം ഓഫ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇൻ ഇന്ത്യ വിച്ച് റൺസ് ബൈ സോളാർ പവറിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ എയർപോർട്ട് ഏതാണ്? നമ്മുടെ കേരളത്തിലുള്ള എയർപോർട്ടാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആണ്. സിയാൽ എന്നറിയപ്പെടുന്ന എയർപോർട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 350 വേൾഡ് വൈഡ് വെബിൻ്റെ ഫൗണ്ടർ. വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് കൺസോർട്ടിയം, ഇതിൻ്റെയൊക്കെ ഫൗണ്ടർ എന്ന് പറയുന്നത് ടിം ബേർണേഴ്സ്ലി ആണ്. 352 വൺ വാസ് PSLV ലോഞ്ച്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. PSLV ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് 1993 PSLV ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. 353 ഇലക്ഷൻ കമ്മീഷൻ ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ഷൻ ടു. ഇലക്ഷൻ കമ്മീഷൻ, നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ ഏത് ബോഡിയിലേക്കുള്ള ഇലക്ഷനാണ് നടത്താത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്കാണ്. LSG അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണം. സോ അതാണ് നമ്മുടെ ആൻസർ. അതിവിടെ കൊടുത്തിട്ടില്ല, LSG എന്നുള്ളതാണ്. അവിടെ ജസ്റ്റ് അവിടെ നിന്ന് ഓർമ്മിക്കുക. LSG ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊരു ലോക്കൽ ബോഡീസ് എന്നാണ് അതിൻ്റെ ആൻസർ, അത് നോട്ട് ചെയ്യാം. 354 ജുമാ മസ്ജിദ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡൽഹിയിലാണ് പ്രോപ്പർ പ്ലേസ് വരുന്നത്, ഡൽഹി ജുമാ മസ്ജിദ്. 355 വേൾഡ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് സ്പുട്നിക്കാണ്. ഇന്ത്യസ് അംബാസഡർ ടു UK. അതൊന്നും വേണ്ട, നമുക്ക് ഈ കറണ്ട് അഫെയർ ആയിട്ടുള്ള ആ ടൈമിൽ വരുന്നത് മാത്രം നോക്കിയാൽ മതി. 357 ദ ടോട്ടൽ എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ക്ലെയിംഡ് അണ്ടർ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ ഏറ്റവും ടോട്ടലായിട്ട് എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്, ഏറ്റവും ടോട്ടൽ എമൗണ്ട് തന്നെ 2 ലക്ഷമാണ് അതിൽ എമൗണ്ട് വരുന്നത് ടോട്ടൽ. വിരൂപാക്ഷ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. 358 വിരൂപാക്ഷ ടെമ്പിൾ ഹംപിയിലാണ്. 359 ശ്രീലങ്ക ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ വിച്ച് ഇയർ. ഏത് വർഷമാണ് ശ്രീലങ്കക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് ശ്രീലങ്ക കിട്ടുന്നത്, 1948. 361 ക്വസ്റ്റ്യൻ കൾച്ചറൽ അംബാസഡർ ഓഫ് ശ്രീലങ്ക. അതൊന്നും വേണ്ട, അതൊക്കെ ആ ടൈമിലുണ്ടായിരുന്ന കറണ്ട് അഫെയർ ആണ്. വൈ കൺട്രോൾ റോഡ്സ് ആർ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടറിൽ കൺട്രോൾ റോഡ്സ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഫിഷൻ റിയാക്ഷനെ റേറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ റോഡ്സ് ഉപയോഗിക്കുന്നത്. 363 വൺ കാൺ സി ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ്. അതായത് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് കാണാൻ പറ്റാത്തതിനെ പറയുന്ന രോഗത്തിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് കാണുന്നില്ലെങ്കിൽ അടുത്തുള്ള ഒബ്ജക്റ്റ് മാത്രം കാണാൻ പറ്റുന്ന രോഗം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേതാണ്? ഷോർട്ട് സൈറ്റ്നെസ് ആണ്. അടുത്തുള്ള മാത്രം കാണാൻ പറ്റുന്നത് ഷോർട്ട് സൈറ്റ്നെസ് ആണ്, അല്ലെങ്കിൽ മയോപ്പിയ എന്ന് പറയും നമ്മൾ.
ഹൂ ഈസ് ദ പ്രസൻറ്റ് എമിഷൻ സ്റ്റാൻഡേർഡ്, ഇപ്പോഴുള്ള എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണെന്നാണ് ചോദിച്ചുള്ളത്. വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന എമിഷൻ സ്റ്റാൻഡേർഡ് ഭാരത് സ്റ്റേജ് 4 ആണ്, BS4 എന്ന് നമ്മൾ വിളിക്കും. 365 ഹൂ ഈസ് ദ ലാസ്റ്റ് വൈസ്രോയി ബിഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ എഫക്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇത് എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യനിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ലാസ്റ്റ് വൈസ്രോയി എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. അതേപോലെ പിന്നെ അതിന് ശേഷം ആ പോസ്റ്റ് ഗവർണർ ജനറലായിട്ട് മാറും. ഗവർണർ ജനറലായിട്ട് മാറിയതിന് ശേഷം മൗണ്ട് ബാറ്റനാണ് ഗവർണർ ജനറൽ ആവുന്നത്. പക്ഷേ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ആരാണ്? രാജഗോപാലാചാര്യാണ്. 366 ടൈഡൽ പോർട്ട്, ഇന്ത്യയിലെ ടൈഡൽ പോർട്ട് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന കാണ്ട്ല പോർട്ടാണ് ഇന്ത്യയിലെ ടൈഡൽ പോർട്ട്. കുച്ചിലാണ് വരുന്നത്, റൺ ഓഫ് കച്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതോടെ ഓർമ്മിക്കുക. 367 തുംഗഭദ്ര ഈസ് ദി മെയിൻ ട്രിബ്യൂട്ടർ ഓഫ്. തുംഗഭദ്ര എന്ന് പറയുന്നത് ഏതിൻ്റെ ട്രിബ്യൂട്ടറിയാണ്? അത് കൃഷ്ണയുടെ ട്രിബ്യൂട്ടറിയാണ് തുംഗഭദ്ര. കൊയ്നയും ഇത് തന്നെയാണ്, കൃഷ്ണയുടെ ട്രിബ്യൂട്ടർ തന്നെയാണ് കൊയ്നയും. ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അല്ല, ഫത്തേപൂർ സിക്രി UP-യിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഫത്തേപൂർ സിക്രി ഉത്തർപ്രദേശ്. 369 ചാർമിനാർ മോണുമെൻറ്റ്. ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത്. IMFൻ്റെ ചീഫ്, ഇപ്പോഴത്തെ ചീഫാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ക്രിസ്ത്യൻ ലഗറാർഡ് അല്ല, അത് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചീഫ് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. ചീഫ് എക്കണോമിസ്റ്റ് ഓർമ്മിക്കണം, അതേപോലെ മാനേജിങ് ഡയറക്ടർ ഓർമ്മിക്കണം. മാനേജിങ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവിയാണ് മാനേജിങ് ഡയറക്ടർ. അതേപോലെ ചീഫ് എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത് ഗീത ഗോപിനാഥാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചീഫ് എക്കണോമിസ്റ്റ് ഗീത ഗോപിനാഥ്. CMOS സ്റ്റാൻഡ്സ് ഫോർ, CMOS എന്നതിൻ്റെ ഫുൾ ഫോമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. CMOS എന്നാൽ കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്നാണ് CMOSൻ്റെ ഫുൾ ഫോം. 372 ഓപ്പറേഷൻ സ്മൈൽ. ഓപ്പറേഷൻ സ്മൈൽ എന്ന് പറയുന്നത് കുട്ടികളായിട്ട് ബന്ധപ്പെട്ട ഒരു മിസ്സിംഗ് ചൈൽഡ്രനായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീമാണ് ഓപ്പറേഷൻ സ്മൈൽ. 373 ഹ്യൂമയോൺസ് ടോംബ്. ഹ്യൂമയോണിൻ്റെ ടോംബ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂഡൽഹിയിലാണ് ഹ്യൂമയോണിൻ്റെ ടോംബ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ ഓഫ് ബോൺസ് ഇൻ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിൽ സ്ഥിതി ചെയ്യുന്ന എത്ര ബോണുകളുണ്ട്? 33 ബോണുകളാണ് സ്പൈനൽ കോഡിൽ വരുന്നത്. ഹൗ മെനി ഡേയ്സ് ഡിഡ് ദി ബാറ്റിൽ ഓഫ് മഹാഭാരത ലാസ്റ്റ്. മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടു നിന്നതാണ് ക്വസ്റ്റ്യൻ. 18 ദിവസമാണ് മഹാഭാരത യുദ്ധം നീണ്ടുന്നത്. കാളിന്തി റിവർ ഈസ് ഓൾസോ നോൺ ആസ്. കാളിന്തി റിവർ എന്നറിയപ്പെടുന്ന റിവർ ഏതാണ്? യമുനയാണ് കാളിന്തി റിവർ എന്നറിയപ്പെടുന്നത്. യമുന റിവറാണ്. നെയിം ഗിവൺ ടു സീരീസ് ഓഫ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ISRO. ഇപ്പോൾ ഓപ്ഷനിൽ തന്നിട്ടുള്ളതിൽ കറക്റ്റായിട്ടുള്ളത് എടുത്ത് ഇതുവാണെങ്കിൽ രോഹിണിയാണ്. രോഹിണി ഒരു സീരീസ് ആയിട്ടാണ് വിക്ഷേപിച്ചത്, രോഹിണി സാറ്റലൈറ്റുകൾ. ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡൻറ്റ് ഓഫ് നേപ്പാൾ. നേപ്പാളിൻ്റെ ആദ്യത്തെ ഫീമെയിൽ പ്രസിഡൻറ്റ് വിദ്യാദേവി ഭണ്ഡാരിയാണ് ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡൻറ്റ് ഓഫ് നേപ്പാൾ. 370 വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ കറപ്ഷൻ ഇൻഡെക്സ് 2015 വേണ്ട നമുക്ക്. ഇപ്പോൾ ഉള്ള ഇന്ത്യയുടെ കറപ്ഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 80 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ്. അപ്പോൾ 80 ഓർമ്മിക്കണം. ഇന്ത്യയുടെ കറപ്ഷൻ ഇൻഡെക്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് 80 ആണ് അതിൻ്റെ വരുന്നത്. 350 യൂണിഫോം സിവിൽ കോഡ് ഓഫ് ഇന്ത്യ. ഏത് ആർട്ടിക്കിളാണെന്നാണ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്. പ്രൈം മിനിസ്റ്റർ ഓഫ് നേപ്പാൾ. നേപ്പാളിൻ്റെ പ്രൈം മിനിസ്റ്റർ, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്? KP ശർമ്മ ഒലിയാണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. ഫിഫ ബാലൻ ഡിയോർ അവാർഡ് 2015 ഒന്നും എന്തായാലും നമുക്ക് ഇപ്പോൾ വേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് 2019 ലാസ്റ്റ് കൊടുത്തത്, അതും ലയണൽ മെസ്സി തന്നെയാണ്. ബാഴ്സലോണയാണ് മെസ്സിയുടെ ഇത്. അപ്പോൾ അതും ലയണൽ മെസ്സി 2019 നിങ്ങൾ ഓർമ്മിച്ചാണ്. 2019 ലയണൽ മെസ്സി ബാലൻ ഡിയോർ. 383 ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി വാസ് ഫൗണ്ടഡ് ബൈ. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്ന് പറയുന്നത് ആരാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്? വിക്രം സാരാഭായാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഫൗണ്ട് ചെയ്തത്. സ്റ്റേറ്റ് വിത്ത് മാക്സിമം ബൗണ്ടറീസ് വിത്ത് അതർ സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റാണ് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റുകൾ മറ്റുള്ള സ്റ്റേറ്റുകളായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ഏതാണ്? UP ആണ്, ഉത്തർപ്രദേശ്. ഇപ്പം ഞാൻ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. 9 സ്റ്റേറ്റുകളായിട്ട്, ആ 9 സ്റ്റേറ്റിൽ ഡൽഹി വരുന്നുണ്ട്, അതുകൂടെ ഓർമ്മിക്കണം. ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ UP ഷെയർ ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദി ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് US. US-ൻ്റെ ഫസ്റ്റ് പ്രസിഡൻറ്റ് ജോർജ് വാഷിങ്ടൺ ആണ് US-ൻ്റെ ഫസ്റ്റ് പ്രസിഡൻറ്റ്. എക്സ്റേൻ്റെ ഇൻവെൻറ്റർ, എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ്? വില്യം റോൺജനാണ്. വില്യം കൊൺറാഡ് റോൺജൻ, വില്യം W റോൺജൻ എന്നാണ് നമ്മൾ പറയുക, എക്സ്റേയുടെ ഇൻവെൻറ്റർ. അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് 2014 വേണ്ട, 2018 വേണം. 2018 നടന്നത് ഗോൾഡ് കോസ്റ്റിലാണ്. 2022 നടക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന വെന്യൂ ബർമിംഗ്ഹാമാണ്. അടുത്ത 358 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലൈറ്റസ്റ്റ് ഗ്യാസ്. ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്യാസ് എന്ന് പറയുന്നത് ഹീലിയാണ്. മുഹമ്മദ് ഹിദായത്തുള്ള, അത് വേണ്ട, ഇപ്പോഴത്തെ ആ ഒരു ടൈമിലുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസിനെ പറ്റി ചോദിച്ചതാണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ബോബ്ഡെയാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. 47ാമത്തെ ചീഫ് ജസ്റ്റിസാണ് എന്താണ് ബോബ്ഡെ, അത് ഓർമ്മിക്കണം. പിന്നെ ഉള്ളത് 390 എക്കോട്ടോൺ എന്നറിയപ്പെടുന്നത്. എക്കോട്ടോൺ എന്നാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. എ ലാർജ് നാച്ചുറലി ഒക്യൂറിങ് കമ്മ്യൂണിറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫൗണ ഓക്യുപ്പൈങ് എ മേജർ ഹാബിറ്റാറ്റ്. അതാണ് എക്കോട്ടോൺ എന്ന് അറിയപ്പെടുന്നത്. ഇത് ബയോമിൻ്റെ ഡെഫിനിഷനാണ്. എന്ത്? ലാർജ് നാച്ചുറലി ഒക്യൂറിങ് കമ്മ്യൂണിറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫൗണ ഓക്യുപ്പൈങ് എ മേജർ ഹാബിറ്റാറ്റ്, അതാണ് ബയോം. അപ്പോൾ ഈ ബയോം, 2 ബയോമിൻ്റെ ഇടയ്ക്കുള്ള ട്രാൻസിഷൻ ഏരിയ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള എക്കോട്ടോൺ. അപ്പോൾ എക്കോട്ടോൺ എന്താണ്? ട്രാൻസിഷൻ ഏരിയ ബിറ്റ്വീൻ 2 ബയോമാണ്. ബയോമിൻ്റെ ഡെഫിനേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. 391 ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ശ്രീലങ്ക. ശ്രീലങ്കയുടെ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് സിരിമാവോ ബന്ദാരനായിക്കാണ്, ശ്രീലങ്കയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. 392 സ്റ്റാർ ഷൈൻസ് ഡ്യൂ ടു. സ്റ്റാർ അതായത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നതിൻ്റെ കാരണം തെർമോന്യൂക്ലിയർ ഫ്യൂഷനാണ് അതിൻ്റെ കാരണം. തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ. ഫസ്റ്റ് മുസ്ലിം വുമൺ പ്രസിഡൻറ്റ് ഓഫ് ദി വേൾഡ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ വുമൺ മുസ്ലിം പ്രസിഡൻ്റ് എന്ന് പറയപ്പെടുന്നത് ആരാണ്? ബെനസീർ ഭൂട്ടാണ്. ബെനസീർ ഭൂട്ടോ. ഫിഫ അണ്ടർ-20 വേൾഡ് കപ്പ് വേണ്ട, ഇപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഞാൻ പറയാം. ഏതാണ്? ഫിഫ അണ്ടർ-20 വേൾഡ് കപ്പിലെ ഇപ്പോഴത്തെ ചാമ്പ്യന്മാർ ഉക്രൈനാണ്. ഉക്രൈൻ 2019 നടന്ന കളിയിലെ ചാമ്പ്യൻസ് ഉക്രൈൻ എന്നുള്ള ഓർമ്മിക്കുക. അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അടുത്ത ഫസ്റ്റ് ചെയർമാൻ ഓഫ് ബാങ്ക്സ് ബോർഡ് ഓഫ് ബ്യൂറോ. ബാങ്ക് ബോർഡ് ബ്യൂറോൻ്റെ ഫസ്റ്റ് ചെയർമാൻ വിനോദ് റായിയാണ്. ബാങ്ക് ബോർഡ് ബ്യൂറോയുടെ ഫസ്റ്റ് ചെയർമാൻ. G20 സമ്മിറ്റ് അത് വേണ്ട, ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത്, ഇപ്പോൾ നടന്നത്, ഈ അടുത്തത് നടക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലാണ്, റിയാദിലാണ് ഇനി നടക്കാൻ പോകുന്നത്. 2020 ലാസ്റ്റ് നവംബറിലാണ് നടക്കുന്നത്. സോ G20 2019 നടന്ന ഓർമ്മിക്കുക. ഒസാക്ക, ജപ്പാനിലെ ഒസാക്കയാണ് 2019 നടന്നത്. 2020 നടക്കാൻ പോകുന്നത് G20 നടക്കാൻ പോകുന്നത് സൗദി അറേബ്യ. അടുത്തത് ഏതാണ്? ഫസ്റ്റ് ഫീമെയിൽ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. ഫസ്റ്റ് ഫീമെയിൽ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് എന്ന് പറയുന്നത് ജസ്റ്റിസ് ഹന്ന ചാണ്ടിയാണ്. ഫസ്റ്റ് ഫീമെയിൽ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ. ഹൗ മെനി കോൺസ്റ്റലേഷൻസ് ആർ നെയ്മഡ്? എത്ര കോൺസ്റ്റലേഷൻസിന് പേര് കൊടുത്തിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. കോൺസ്റ്റലേഷൻ എന്താണ്? ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ് കോൺസ്റ്റലേഷൻ. അങ്ങനെ എത്ര പേര് കൊടുത്ത ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഉണ്ട്? 88 എണ്ണമാണുള്ളത് ടോട്ടൽ. ദ ടൈറ്റിൽ കൈസറി ഹിന്ദ് വാസ് ഗിവൺ ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടു whom? കൈസറി ഹിന്ദ് കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷനിലുള്ളതിൽ ആരായിരിക്കാം? ഈ മഹാത്മാഗാന്ധി ആയിരിക്കാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മഹാത്മാഗാന്ധി കൈസറി ഹിന്ദൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ജാലിയൻവാല ബാഗിൻ്റെ ടൈമിലൊക്കെ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഓർമ്മിക്കാം. 400 മോഡേൺ ആഗ്ര വാസ് ഫൗണ്ടഡ് ബൈ. മോഡേൺ ആഗ്ര സിറ്റി ഫൗണ്ട് ചെയ്തിരിക്കുന്നത് ആരാണ്? സിക്കന്ദർ ലോധിയാണ് മോഡേൺ ആഗ്ര ഫൗണ്ട് ചെയ്തിട്ടുള്ള ഭരണാധികാരി. സോ ഈ ഒരു 401 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു പാർട്ടിലാക്കിയിട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.